Hi everyone, welcome to my class. Today we are going to discuss about redemption of debentures. There are different methods to redeem a debenture, and in this class we are going to discuss about the redemption of debentures in lump sum method. We are going to discuss about redemption of debentures in lump sum method. So under lump sum method, the debentures are redeemed. The debentures are redeemed at a specified period of time. Clear? So the entire amount of debenture is redeemed at a specified period ഒരു സ്പെസിഫൈഡ് പീരിയഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിബഞ്ചറിന്റെ എൻറ്റയർ എമൗണ്ട് മൊത്തമായിട്ട് നമ്മൾ റിഡീം ചെയ്യുന്നത്. ഓക്കെ, മറ്റുള്ള മെത്തേഡുകൾ വളരെയധികം ഡിഫറെന്റ് ആയിട്ടാണ് ഈ മെത്തേഡ് ഉള്ളത്. കാരണം ഒറ്റയടിക്ക് എല്ലാ എമൗണ്ടും ഒരുമിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് റിഡംഷൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പെയ്ഡ് ഇൻ വൺ ലംസം, ഒരു സിംഗിൾ ലംസം ആയിട്ട് പെയ്ഡ് ഇൻ one lump sum and ഈ പീരിയഡ് സ്പെസിഫൈഡ് പീരിയഡ് നമ്മൾ പറഞ്ഞു. ഈ സ്പെസിഫൈഡ് പീരിയഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എക്സ്പയറി ആണ് അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരിയഡ് ആണ്. ആൻഡ് ദ റിഡംഷൻ is on the basis of the terms which has been specified as per the terms which has been specified in the issue of debenture. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്തുള്ള ടേംസ് പ്രകാരം തന്നെ ആയിരിക്കും നമ്മളുടെ റിഡംഷൻ പ്രോസസ് നടക്കുന്നത്. Okay, the specified period maybe is expiry or maturity, and the redemption is done. The redemption is done as per the terms. The redemption is done as per the terms of issue. ഇഷ്യൂവിന്റെ ടൈമിലുള്ള ടേംസ് പ്രകാരം തന്നെയായിരിക്കും റിഡംഷൻ നടക്കുന്നത്. And the redemption can be done. This redemption can be done in two ways. രണ്ട് രീതിയിൽ നമുക്ക് റിഡംഷൻ നടത്താം. The first one is redemption out of capital. And the second one is redemption out of പ്രോഫിറ്റിൽ നിന്നും അതുപോലെ തന്നെ ക്യാപിറ്റലിൽ നിന്നും ഈ രണ്ട് രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിഡംഷൻ നടത്താൻ സാധിക്കും. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓൾസോ. സോ നമ്മൾ ഈ രണ്ട് കേസസിലും എന്തൊക്കെ ജേർണലറീസ് ആണ് പാസ് ചെയ്യേണ്ടത്, ഏതൊക്കെ അക്കൗണ്ടുകളാണ് ഓപ്പൺ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, കമ്പനീസ് ആക്ട് 2013 പ്രകാരം എന്തൊക്കെ അമെൻമെന്റുകൾ ഈ രണ്ട് കേസസിലും വന്നിട്ടുണ്ട്, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ഡിസ്കസ് അബൌട്ട് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. So under redemption out of capital, the redemption is done out of current assets. The redemption is done out of current assets. Current assets are sources of the company
കമ്പനി. കമ്പനിയുടെ മറ്റുള്ള സോഴ്സസിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനിയുടെ കറന്റ് അസറ്റിൽ നിന്നോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തത്, റിഡംഷൻ നടത്തുന്നത്. വിച്ച് മീൻസ് in this case redemption out of capital, we are not using the profits for the redemption purpose. We are not using any profits for the redemption purpose in the earlier. But in at the present situation, in ippatha situation prakaram, ippatha Companies Act 2013 prakaram, we want to create a debenture redemption reserve account for the redemption out of capital also. That means in the case of redemption out of capital, we could not make the redemption purely out of capital. മൊത്തമായിട്ട് ക്യാപിറ്റലിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും റിഡംഷൻ സാധിക്കുന്നില്ല. പക്ഷെ എന്നാലും there are some institutes which can redeem completely out of capital. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് ഈ വീഡിയോ തന്നെ. ഓക്കെ, അപ്പൊ റിഡംഷൻ ഈസ് ഡൺ ഔട്ട് ഓഫ് കറന്റ് അസറ്റ്സ് or the sources of the company. മറ്റുള്ള സോഴ്സസ് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. സോ in this case, അപ്പൊ ഇങ്ങനെ നമ്മൾ കറന്റ് അസറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ റിഡംഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ the value of the current assets will also decrease. The value of the current assets will also decrease. And this decrease, അപ്പൊ ഈ ഡിക്രീസ് എന്തിനെ എഫക്ട് ചെയ്യും, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്ട്. കാരണം നമ്മുടെ കറന്റ് അസറ്റ് ആണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, കുറയും. അപ്പൊ ഇറ്റ് വുഡ് എഫക്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് വുഡ് എഫക്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെയും ഇത് ബാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ, റിഡംഷൻ is done out of the current assets or sources of the company. While we are conducting redemption by our current assets, the value of current assets will decrease, and with that it would affect the working capital of the company. And in case of redemption out of capital, we should create a debenture redemption reserve account also. Clear? So we should create a DRR account, which means debenture redemption reserve account. Debenture redemption reserve account. Debenture redemption reserve account. Okay, so debenture redemption reserve account എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആസ് പെർ ദ ഗൈഡ് ലൈൻസ് ഓഫ് സെബിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരവും അതുപോലെ തന്നെ സെക്ഷൻ 71 clause 4 of the Companies Act 2013, Section 71 clause 4 of Companies Act 2013, it is compulsory to create a debenture redemption reserve account with an amount equal to 25% of the face value of debentures, and it should be done before the debenture redemption is carried out. അതായത് നമ്മൾ ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് സെബിയുടെ ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ സെക്ഷൻ 71 clause 4 എന്നുള്ള അമെന്റ്മെന്റ് പ്രകാരമാണ് നമ്മൾ ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂവിന്റെ 25%, 25% ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചർ amount, ഡിബഞ്ചറിന്റെ റിഡംഷൻ അമൗണ്ടിന് 25% വാല്യൂ, എത്ര റിഡംഷൻ അമൗണ്ടിന് 25% വാല്യൂ, ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, DRR, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, മാറ്റണം. That amount should be converted or
transferred to the debenture redemption reserve account. Clear? അപ്പോൾ ആ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, നമ്മളത് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ആ ഒരു പോയിന്റ് കൂടി ഞാൻ ഇവിടെ നോട്ട് ചെയ്യാണ്. We should create a debenture redemption reserve account, and as per the guidelines of SEBI, the guidelines of SEBI and section 71 clause 4 of Companies Act 2013, it is compulsory to create a debenture redemption reserve account, DRR account, with an amount equal to 25% of face value of debentures before the debentures are redeemed, before starting the redemption, redemption മുന്നോടിയായിട്ട് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. And ഈ 25%, the fund created, and this fund is created, 25% of amount എവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, this fund is created from the statement of profit and loss account, the statement of profit and loss account. This fund is created from statement of profit and loss account. Profit and statement of profit and loss account എന്നാണ് നമ്മൾ 25% of amount, അതായത് if there is surplus or profit ഉണ്ടെങ്കിൽ നമ്മൾ അതിന് 25% എന്ത് ചെയ്യണം, മാറ്റി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ നടത്തുന്നത് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്നായിരുന്നു. പക്ഷെ പുതിയ റൂള് പ്രകാരം, പുതിയ അമെന്റ്മെന്റ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട് ഓഫ് ക്യാപിറ്റൽ മാത്രമായിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി ഡൺ പ്യൂർലി ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ 25% നമ്മൾ എടുക്കുന്നത് എവിടുന്നാ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാ. ബാക്കി 75% എവിടുന്നുള്ളൂ, ക്യാപിറ്റലിനെ, ഔട്ട് ഓഫ് ക്യാപിറ്റലിനെ റിഡീം ചെയ്യുന്നുള്ളൂ. സോ വി കനോട്ട്, important point is that we cannot redeem fully or purely out of capital. But that is 75% from capital and the rest 25% from profit or out of profit എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് റിഡംഷൻ നടത്തുന്നത്. ഇനി there are some institutes also which could make redemption purely out of capital. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് പ്യൂർലി ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രകാരം ചെയ്യാൻ സാധിക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കാം. സോ ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ റൂൾ 18 clause 7, rule 18 clause 7 of companies which is been issued by the Ministry of Corporate Affairs, MCA, Ministry of Corporate Affairs in issue ചെയ്തിട്ടുള്ള rule 18 clause 7 of companies which is regarding share capital and debenture rules. 18 clause 7 എന്ന് പറയുന്നത് ഡിബഞ്ചർ റൂളും അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലും ബന്ധപ്പെട്ട റൂളുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചർ റൂളുകളും ഷെയർ ക്യാപിറ്റലിന്റെ റൂളുകളും. ഓക്കെ, അപ്പം ഈ റൂള് പ്രകാരം
DRR is not required to be created. That means debenture redemption reserve account is not required to be created by all India financial institutions, by all India financial institutions which has been regulated by Reserve Bank of India and banking companies. അതായത് ബാങ്കിങ് കമ്പനീസോ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ റെഗുലേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് ദേ ആർ യൂസിങ് റിഡംഷൻ ഔട്ട് ഓഫ് capital, they can completely redeem out of the capital. Okay, ഇനി അതേപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, NBFC, non banking financial corporations, NBFC, which has been covered under section 2 clause 72 of Companies Act. Companies Act ന്റെ section 2 clause 72 അണ്ടറിൽ വരുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന്, NBFCസിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പറഞ്ഞതുപോലെ തന്നെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ റിഡംഷനുമായി ബന്ധപ്പെട്ട് ലംസം മെത്തേഡിലാണ് നമ്മൾ റിഡീം ചെയ്തത്. അത് ഇപ്പൊ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ തന്നെ 25% നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അണ്ടർ ലംസം മെത്തേഡ് ദ ജേർണൽ എൻട്രീസ് മസ്റ്റ് ബി പ്രൊവൈഡഡ്. ഏതൊക്കെ ജേർണൽ എൻട്രീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ 25%, 75%-ന്റെയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതായത് 25% നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. 75% മാത്രം ഔട്ട് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ജേർണൽ എൻട്രീസിലേക്ക് വരികയാണ്. സോ ഇൻ ദ കേസ് ഓഫ് ജേർണൽ എൻട്രീസ് we may redeem the debentures at par, at premium and at discount. മൂന്ന് കേസസ് ഉണ്ട്, പാർ ഉണ്ട്, പ്രീമിയം ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറ്റ് പാർ. അപ്പൊ ഈ അറ്റ് പാറിലാണെങ്കിലും പ്രീമിയത്തിനാണെങ്കിലും ഡിസ്കൗണ്ട് ആണെങ്കിലും ഈ മൂന്ന് കേസസിലാണെങ്കിലും രണ്ട് എൻട്രീസ് ഓരോ കേസിന് ഉണ്ടായിരിക്കും. അതായത് റിഡംഷൻ ഡ്യൂ ആവുന്നതും അതിനുശേഷം എമൗണ്ട് പേ ആവുന്നത്, അതായത് എമൗണ്ട് ഡ്യൂ ആവുന്നതും പിന്നെ എമൗണ്ട് പേ ചെയ്യുന്നതുമായിട്ടുള്ള രണ്ട് എൻട്രീസ് ഉണ്ടാവും. ഇതില് എമൗണ്ട് പേ ചെയ്യുന്ന എൻട്രീസ് മൂന്ന് കേസിലും സെയിം ആയിരിക്കും. എമൗണ്ട് പേ ചെയ്യുന്ന എൻട്രീസ് മൂന്ന് കേസിലും സെയിം ആയിരിക്കും. അതേസമയം എമൗണ്ട് ഡ്യൂ ആവുന്നത് മൂന്ന് കേസിലും വേറെ വേറെ തന്നെയാണ്. അപ്പൊ അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പൊ അറ്റ് പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിഡീം ചെയ്യുന്നത് ഫേസ് വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂക്ക് തന്നെയാണെങ്കിൽ, നമ്മൾ പ്രീമിയത്തിനാണ് റിഡീം ചെയ്തെങ്കിൽ നമ്മൾ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ റിഡീം ചെയ്തെങ്കിൽ പ്രീമിയത്തിനാണ് റിഡീം ചെയ്യുന്നത്. ഡിസ്കൗണ്ട് ആണെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നതെങ്കിൽ. ഓക്കെ, സോ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, പാർ, പ്രീമിയം, ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ജേർണൽ എൻട്രീസ് അറ്റ് പാർ നോക്കാം. റിഡീംഡ് അറ്റ് പാർ. സോ റിഡീംഡ് അറ്റ് പാറിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് വൺ ആണ് റിഡീംഡ് അറ്റ് പാർ. രണ്ട് കേസസ് ഉണ്ട്, എമൗണ്ട് ഡ്യൂ ആവുന്നതുകൊണ്ട് എമൗണ്ട് എന്താവുന്നതും പേയ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ എമൗണ്ട് ഡ്യൂ ആവുന്ന സമയത്ത്, അതായത് എമൗണ്ട് ഡ്യൂ ടു
debenture holder amount due ആയി. So in this case the entry will be debenture account debit to debenture holder account. Okay. B, amount or payment to debenture holder. ഈ amount നമ്മൾ debenture holder ക്ക് കൊടുത്തു. അതായത് payment to debenture holder. അപ്പോൾ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ debenture holder account debit debenture holder account debit to bank. Clear? അപ്പോൾ redemption at par വളരെ ഈസി ആണ്. amount due to debenture holder ആണെങ്കിൽ debenture account debited to debenture holder account, amount പേ ചെയ്യുന്ന സമയത്ത് debenture holder account debited to bank. Okay. ഇനി second one, redemption or redeemed at premium. പ്രീമിയത്തിലാണ് redeem, അതായത് ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ റിഡംഷൻ നടത്തുന്നതെങ്കിൽ redeemed at premium. Okay. അപ്പോൾ redeemed at premium എന്ന് പറയുന്ന കേസിൽ redeemed at premium എന്ന് പറയുന്ന സിറ്റുവേഷനിൽ there arises another account premium on redemption എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ അധികം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അധികം വരുന്ന എമൗണ്ട് നമ്മൾ ആ പ്രീമിയം എന്ന് റിഡംഷൻ പ്രീമിയം എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് എൻട്രി, അതായത് amount due to debenture holder. അപ്പൊ ഈ കേസിൽ debenture account debit premium on debenture account debit to debenture holders account. Okay, debenture account debit നമുക്ക് പ്രീമിയം വന്നത് പ്രീമിയം ഓൺ debenture account debit to debenture holder account. Okay. In case B, അതായത് payment made to debenture holder, payment made to debenture holder, payment made to debenture holder. So in this case the journal entry will be same, debenture holder account debit to bank. Okay, debenture holder account debit to bank. So രണ്ട് കേസസ് പറഞ്ഞു, redeemed at premium പറഞ്ഞു, redeemed at par പറഞ്ഞു. Okay, ഇനി ലാസ്റ്റ് ആൻഡ് റെയർ കേസ് ആണ് redeemed at discount. redeemed at discount. redeemed at discount. അപ്പോൾ redeemed at discount ആ സമയത്ത് ആയത് എൻട്രി amount due to debenture holder, amount due to debenture holder. In that case, amount due to debenture holder, in that case debenture account debit to debenture holder account to capital reserve account. ആ ഡിസ്കൗണ്ട് നമ്മൾ എവിടേക്കാണ്, ക്യാപിറ്റൽ
റിസർവ് അക്കൗണ്ടിലേക്ക്. Capital reserve account. Okay. In B, payment made to debenture holder. Payment made to debenture holder. So in this case, debenture holder account debit. Debenture holder account debit to bank. So these are the entries that should be provided in case of redemption which is done by out of capital also. Capital നടത്തുന്ന സമയത്ത് നമ്മൾ ഈ entries തന്നെ പാസ് ചെയ്യേണ്ടതുള്ളൂ. Additional entries ഒന്നും തന്നെ നമുക്ക് ഇതിൽ വരുന്നില്ല. But while we are redeeming the debentures out of profit നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ redemption നടത്തുന്നത്. Profit മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ redemption നടത്തുന്നതെങ്കിൽ there is changes in entries also, there is changes in the treatment also. അപ്പോൾ നമ്മൾ ഇനി അതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. Redemption of debentures out of profit. Redemption of debentures out of profit. Okay. Redemption of debenture out of profit. In case that if you are redeeming the debentures out of profit, it means that the sufficient funds are raised from the profits of the firm. Sufficient funds are transferred to the debenture redemption reserve account from the profits of the firm. അതില്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ഫണ്ടുകൾ അറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത്. ഓക്കെ. ഇപ്പൊ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റിലും സെയിം ആസ്പെക്ട് തന്നെ, അതായത് പ്രോഫിറ്റ് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പ്രോഫിറ്റ്സ് ഓൺലി. ക്ലിയർ? സോ ദ sufficient funds are transferred to debenture redemption reserve account from statement of profit and loss account at the time of redemption. Time of redemption. Redemptionന്റെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ഫണ്ടുകൾ അറൈസ് ചെയ്യുന്നു. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഡംഷൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോഫിറ്റ് എന്താവും? കുറയും. Which means the amount of profit available for dividend will get reduced. അതായത് ഡിവിഡൻഡ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണോ, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്, ആ ഡിവിഡൻഡ് എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. ഓക്കെ. സോ it reduces the amount of profit available for dividend, and it does not affect the working capital. Clear? It does not affect the working capital of the company. കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇത് ഇഫക്ട് ചെയ്യില്ല. അപ്പൊ അക്കോർഡിംഗ് ടു ദ ന്യൂ കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ടിൽ വന്ന ചില മാറ്റങ്ങൾ കാരണം, ചില അമെൻമെന്റ്സ് കാരണം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈ
Redemption out of capital, there are some guidelines to be followed as per section 71 clause 4 of Companies Act 2013. Okay, so as per section 71 clause 4 of Companies Act 2013, the new provisions ശ്രദ്ധിക്കുക, നമ്മളിവിടെ പറയുന്നത് പുതിയ പ്രൊവിഷൻസ് ആണ്. Clear? The new provisions are, first one is that to create debenture redemption reserve account. Debenture redemption reserve account create ചെയ്യണം. And same നേരത്തെ പറഞ്ഞത്, it should be equivalent to at least 25% of the face value of debenture. 25% of face value of debenture before the debenture redemption commences അല്ലെങ്കിൽ starts. Debenture redemption തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ഇനി ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്നാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് കൂടി ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറയാം. If suppose നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഈസ്, our financial year is 2016-17. Okay, 2016-17 is our financial year. Okay, 2016-17 is our financial year. That means first April 2016 to 31st March 2017. അപ്പം ഈ ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഡംഷൻ നടത്തുന്നതെങ്കിൽ 2016-17 എന്ന ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ റിഡംഷൻ നടത്തുന്നതെങ്കിൽ ഫസ്റ്റ് ഏപ്രിൽ 2016 തൊട്ട് മുന്നേ ഉള്ള ഡേറ്റ്, അതായത് തൊട്ട് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയറിലെ എൻഡിങ് ഡേറ്റിന്റെ അന്നായിരിക്കണം നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് account should be created on 31st March 2016. എന്നാ ക്രിയേറ്റ് ചെയ്യേണ്ടത്? 31st March 2016 വേണം നമ്മൾ അത് ക്രിയേറ്റ്. അപ്പൊ ജേർണൽ എൻട്രി എഴുതുമ്പോൾ ഈ ഡേറ്റ് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം, കൃത്യമായിട്ട് പറയണം ആ ഡേറ്റ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. അപ്പൊ ഏതാണോ, ഏത് ഇയറിലാണോ റിഡംഷൻ വരുന്ന ആ റിഡംഷൻ ഈ വരുന്ന ഇയറിന്റെ തൊട്ട് മുന്നത്തത്. ഓക്കെ, ഇനി ഡിബഞ്ചർ റിഡംഷൻ അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഷുഡ് ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്സ്. അടുത്ത ഒരു ഗൈഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത്, ദ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഷുഡ് ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്. എവിടെ നിന്ന് വേണം ക്രിയേറ്റ് ചെയ്യാൻ? ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് which is been available for the payment of dividend, which is been available for the payment of dividend. ഓക്കെ, അപ്പൊ ഡിവിഡൻഡ് കൊടുക്കാനുള്ള ആ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ? റിഡംഷൻ നടത്താൻ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിവിഡൻഡിന്റെ എമൗണ്ട് എന്ത് ചെയ്യും? കുറയും. Because it is the profits are utilized for redemption purpose. Clear? ഇത് കൂടാതെ തന്നെ if we are making redemption out of profit, we should create a debenture redemption investment account also. Clear? We should create or we should maintain a debenture redemption investment account. ശ്രദ്ധിക്കുക, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഈ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ആവശ്യകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഡിബഞ്ചർ റിഡംഷൻ എമൗണ്ട്,
ക്ലിയർ? റിഡംഷൻ എമൗണ്ട് എത്രയാണോ, ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോഴുള്ള എമൗണ്ട് എത്രയാണോ, റിഡംഷൻ എമൗണ്ടിന്റെ 15%, the 15% of redemption amount, it should be invested outside the company. It should be invested outside the കമ്പനി. കമ്പനിക്ക് പുറത്തായിരിക്കണം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 15% ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കുക, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ഫേസ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് റിഡംഷൻ എമൗണ്ട്, റിഡീം ചെയ്യുന്ന സമയത്തുള്ള എമൗണ്ടിന്റെ 15%, റിഡംഷൻ എമൗണ്ടിന്റെ 15% നമ്മൾ എവിടേക്ക് മാറ്റണം? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ആൻഡ് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി മെയ്ഡ് ഔട്ട്സൈഡ് ദ കമ്പനി. കമ്പനിക്ക് പുറത്തുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഇൻവെസ്റ്റ്മെന്റ് പ്ലേസ് ചെയ്യേണ്ടത്. ആ ഇൻവെസ്റ്റ്മെന്റുകൾ പ്ലേസ് ചെയ്യേണ്ടത് എവിടേക്കാണെന്നും പറയാം. അപ്പൊ നോക്കുക, ഇഫ് ദ ഡിബഞ്ചർ റിഡംഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് ഇപ്പൊ ഡിബഞ്ചറിന്റെ വാല്യൂ 4 lakh ഡിബഞ്ചർ ഉണ്ടെങ്കിൽ ആ 4 lakhൽ നിന്ന് 25% എവിടേക്ക് പോകണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് പോകണം. 15% എവിടേക്ക് പോകണം? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്കും ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും എന്നാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ ഡിബഞ്ചർ റിഡീം ആവുന്ന ഇയർ 2016-17 തന്നെയാണെന്ന് വിചാരിക്കാം. ക്ലിയർ? ഫിനാൻഷ്യൽ റിഡംഷൻ ഇയർ 2016-17 ആണെങ്കിൽ, റിഡംഷൻ ഇയർ 2016-17 ആണെങ്കിൽ ഈ റിഡംഷൻ ഇയറിന്റെ, അതായത് 2016-17 എന്ന് പറയുന്ന റിഡംഷൻ ഇയറിന്റെ ഓൺ ഓർ ബിഫോർ of 30th April, അതായത് 30th ഏപ്രിലിന് ഓൺ ഓർ ബിഫോർ, 30th ഏപ്രിലിന് മുന്നെയോ അല്ലെങ്കിൽ 30th ഏപ്രിലിന് അന്നോ ആയിരിക്കണം നമ്മൾ ഏത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് തൊട്ട് മുന്നേ അല്ല പറഞ്ഞിരിക്കുന്നത്, 1st April മുതൽ 30th ഏപ്രിലിന്റെ ഉള്ളിൽ, ആ ഫിനാൻഷ്യലിന്റെ ഉള്ളിൽ തന്നെയുള്ള ആദ്യത്തെ മാസം, ആ മാസം തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ ദീസ് ആർ ദ ഗൈഡ് ലൈൻസ് വിച്ച് ഹാസ് ബീൻ പ്രൊവൈഡഡ് ബൈ സെബി ആൻഡ് കമ്പനീസ് ആക്ട്. ഇനി ഞാൻ പറഞ്ഞു, ദ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദ കമ്പനി. കമ്പനിക്ക് പുറത്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ കമ്പനിക്ക് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്? ഫോളോയിങ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഫോളോയിങ് ആർ ദോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഔട്ട്സൈഡ് ദ കമ്പനി. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ ഡെപ്പോസിറ്റ്സ്, എവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം? ഇൻ ഡെപ്പോസിറ്റ്സ് വിത്ത് ഷെഡ്യൂൾഡ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്കുകളുമായിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എനി ചാർജ് ഓർ ലീൻ. ചാർജസോ ലീനുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈടാക്കാൻ പാടുള്ളതല്ല ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും. ഓക്കെ, ദെൻ രണ്ടാമത്തത് അൺഎക്യുംബേർഡ് സെക്യൂരിറ്റീസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഓർ എനി സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അണ്ടറിൽ നമുക്ക് സെക്യൂരിറ്റീസ് പറയാം. അൺഎക്യുംബേർഡ് സെക്യൂരിറ്റീസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ unencumbered securities which has been mentioned in unencumbered securities
which is been mentioned in subclauses A to D, subclauses A to D and E, A, D and E, A മുതൽ D and E വരെയുള്ള subclauses ആക്ട് വ്യത്യാസമുണ്ട് ഇവിടെ of section 20 of section 20 of Indian Trust Act 1882. അതായത് 1882 നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിലെ സെക്ഷൻ 20യിൽ പറഞ്ഞിരിക്കുന്ന സബ് ക്ലോസുകളിലുള്ള എ ടു ഡി ആൻഡ് ഇയിൽ അണ്ടറിൽ പറഞ്ഞിരിക്കുന്ന അൺഎക്യുംബേർഡ് സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഓക്കെ, ആൻഡ് ദ ഫൈനൽ വൺ ഈസ് unencumbered bonds. Unencumbered bonds which has been issued by other companies and these other companies should be notified under ഏതിനുണ്ടർ നോട്ടിഫൈ ആയിരിക്കണം? notified under subclause F of section 20 of Indian Trust Act 1882. ഓക്കെ, അപ്പൊ 1882 പ്രകാരമുള്ള സെക്ഷൻ 20ന്റെ അണ്ടറിൽ വരുന്ന സബ് ക്ലോസ് ആയിട്ടുള്ള എഫിന്റെ അണ്ടറിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അതർ കമ്പനീസിന്റെ ബോണ്ടുകളിലും നമുക്ക് ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നടത്താൻ പറ്റും. Okay, these are the companies, these are the institutes outside the company in which we can invest the debenture redemption investment. Okay, so hope that ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് ഇതിന്റെ journal entries ആണ്. The journal entries regarding redemption of journal entries regarding the redemption by പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടിട്ട് റിഡീം ചെയ്യുന്ന സമയത്തുള്ള journal entries എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ അതിന്റെ എൻട്രി ആണ് നോട്ട് ചെയ്യുന്നത്. സോ journal entries. So first entry for creation of debenture redemption reserve account. Okay, but debenture redemption reserve അക്കൗണ്ടിലേക്കുള്ള ഫണ്ട് നമ്മൾ പറഞ്ഞു എവിടുന്നാണ് എടുക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ the entry is statement of profit and loss account debited to debenture redemption reserve account. Statement of profit and loss account debited to debenture redemption reserve account. Okay, then debenture redemption reserve account create ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് debenture redemption investment ആണ്. Okay, debenture redemption investment ആണ്. Clear? For investing amounts in debenture redemption investment account. Okay, അപ്പോൾ debenture redemption investment accountലെ amounts ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് debenture redemption investment account debited to bank. Debenture redemption investment account debited to bank. അപ്പോൾ debenture redemption investment accountൽ നമ്മൾ 15% of redemption amount ആണ്. Okay, then ഇവിടെ 25% of face value ആണ്. Okay, ഇനി നമ്മൾ
ഇങ്ങനെ റിഡംഷൻ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ പണം ഇട്ടിട്ടുണ്ടെങ്കിൽ we will be getting interest or any some kind of incomes through that ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് ഇൻകംസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവാം. സോ അങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എൻട്രീസ് എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഫോർ റിസീവിംഗ് interest on debenture redemption investment account, debenture redemption investment അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് to interest on debenture redemption investment account. ഓക്കെ, അപ്പൊ മെച്യൂരിറ്റി പീരീഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും, റിയലൈസ് ചെയ്യും ഓർ സെയിൽ നടത്തും. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് ഫോർ റിയലൈസിംഗ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് in debenture redemption investment account, debenture redemption investment account നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് റിയലൈസ് ചെയ്യാണ്. സോ ഇൻ ദിസ് കേസ്, ഈ കേസിൽ the journal entry will be bank account debit to debenture redemption investment account and to debenture redemption reserve account. ഇവിടെ അധികമായിട്ടൊരു അക്കൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഇതിന്റെ ആവശ്യകത എപ്പോ മാത്രമേ വരുള്ളൂ, if the realization is done with profit. Clear? If the amount realized on sale of investment and a profit is generated, profit generate ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ആണ് നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, it is transferred to DRR and the profit is generated, it is transferred to debenture redemption reserve account. ഓക്കെ, അപ്പൊ റിയലൈസ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് എവിടേക്ക് മാറ്റണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, മാറ്റണം. ക്ലിയർ? ഇനി ഫോർത്ത്, ഇപ്പൊ നമ്മള് എത്ര എൻട്രി, 4 എൻട്രി പറഞ്ഞു. തേർഡ് എൻട്രി ഫോർ റിസീവിംഗ് ഇൻട്രസ്റ്റ് പറഞ്ഞു. ഫോർത്ത് എൻട്രി ആയിരുന്നു ഫോർ റിയലൈസിംഗ് ദ എമൗണ്ട്. ഓക്കെ, 4 എൻട്രി പറഞ്ഞു. ഇനി ഫൈനൽ ഫിഫ്ത്ത് എൻട്രി, ഇൻ കേസ് ഓഫ് ഫിഫ്ത്ത് എൻട്രി സെയിം ആണ്, അതായത് റിഡംഷനുമായി ബന്ധപ്പെട്ട എൻട്രീസ് ആണ്. ഫോർ മേക്കിംഗ് പേയ്മെന്റ്സ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ്സ് കൊടുക്കുമ്പോൾ എൻട്രി, അതായത് നമ്മൾ നേരത്തെ കണ്ട എൻട്രീസ്, അതായത് അറ്റ് പാറിൽ വരുന്ന എൻട്രീസ്, അറ്റ് പ്രീമിയത്തിൽ വരുന്ന എൻട്രീസ്, അതുപോലെ തന്നെ അറ്റ് ഡിസ്കൗണ്ടിൽ വരുന്ന എൻട്രീസ്. ഈ 3 എൻട്രീസും നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ദ ഫൈനൽ എൻട്രി, സിക്സ്ത് വരുന്നത് ഇങ്ങനെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് after redemption of all debentures, the balance of DRR, എല്ലാ ഡിബഞ്ചേഴ്സും റിഡീം ചെയ്തതിനു ശേഷം, after the redemption of all debentures, the balance of
ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിന്റെ ബാലൻസ് should be transferred to, it should be transferred to general reserve account. അപ്പൊ എല്ലാ ഡിബഞ്ചേഴ്സിന്റെയും റിഡംഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ബാലൻസിങ് ഫിഗർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ബാലൻസിങ് ഫിഗർ ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു ദ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ. അപ്പൊ അതിന്റെ ഒരു ജനറൽ എൻട്രി കൂടി നമ്മൾ എന്ത് ചെയ്യണം, പാസ് ഔട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ റിസർവ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് account debit to general reserve. So ഇത്രയും journal entries ആണ് in case of profit, അതായത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യാം. താങ്ക്സ്.